അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, ഹാൻഡെക്സ്, അതുപോലെ തന്നെ അറ്റൻഡർ ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, ഈ തസ്തികയിലേക്ക് എല്ലാം തന്നെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിലബസും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തയ്യാറെടുക്കുന്ന, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ്, ഈ പരീക്ഷയാണ് ഈ സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ 25/10/2025 സാറ്റർഡേ ആണ്. 1 PM to 3-5 PM വരെയാണ് പരീക്ഷാ സമയം. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 60 ദിവസം മാത്രമേ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം കാഴ്ചവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ 100 റാങ്കിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ അവർ കാഴ്ചവെക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സിലബസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ റിനൈസൻസ് ഇൻ കേരള, ഈ ഭാഗത്തു നിന്നും 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതായത് ജനറൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന്, നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്കും, ഫിസിക്കൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്കും, കണക്കിന്റെ ഭാഗത്ത് നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള എന്ന ഭാഗത്തു നിന്നും 60 മാർക്കിന്റെ ചോദ്യം വരുന്നതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 2024 സെപ്റ്റംബർ മുതൽ 2025 ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ ഓരോ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദിവസേന ഒരു 4 പത്രമെങ്കിലും കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ 20 ദിവസം നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാറ്റിവെക്കുക. ആ കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതി ഒരു നോട്ട് ബുക്ക്, അതായത് പോക്കറ്റ് ഡയറി സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പഴയ പത്രങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് ബുക്ക് ഏതെങ്കിലും ലൈബ്രറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഴയ പത്രങ്ങളെല്ലാം തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അക്കാഡമി വഴി, JKR അക്കാഡമി വഴി 2024-25 വർഷത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയും, അതുപോലെ തന്നെ ഈ സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഗ്രേഡ് 2ന്റെ സിലബസ് പ്രകാരമുള്ള റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ആദ്യത്തെ 20 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. അടുത്തതായിട്ട് റിനൈസൻസ് ഇൻ കേരള, അത് 10 ദിവസം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതൊന്ന് മുഴുവനും കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ GKയുടെ ഭാഗത്ത് നിന്നും ഒരു 10 ദിവസം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചില ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കണക്ക് എന്ന് പറയുന്നത്. 20 മാർക്ക് കണക്കിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ലേ? ആ 20 മാർക്ക് കണക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജനറൽ സയൻസ്, അതായത് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസിന്റെ ഭാഗത്തു നിന്നും 20 മാർക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
60 ദിവസം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള ഉറക്കം. നന്നായിട്ട് കൃത്യമായിട്ടുള്ള സമയം കണ്ടെത്തി കൃത്യമായിട്ട് ഉറക്കളയ്ക്കാതെ, അതായത് രാത്രിയിൽ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ പകൽ നേരത്തെ പഠിക്കാനോ ഒക്കെ ശ്രമിക്കാതെ കൃത്യമായിട്ട് ഒരു ഉറക്കം എല്ലാവരും പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ കൃത്യമായിട്ട് നടന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മറവിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം അതിനുവേണ്ടി പഠനത്തോടൊപ്പം തന്നെ ഉറക്കവും കൃത്യമായിട്ട് നടത്തേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പോക്കറ്റ് ഡയറി നിങ്ങൾ സൂക്ഷിക്കുക. അത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് പരീക്ഷ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡയറിയിൽ കുറിച്ചിട്ട കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും ഓർത്തിരിക്കാത്ത കുട്ടികൾ അങ്ങനെയും ചെയ്യുക. അതുപോലെ തന്നെ കണക്കിനെ സംബന്ധിച്ച് കണക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് വരുന്നത്. അതിന്റെ ഫിഗറിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ GK ആണെങ്കിലും GKയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ടഡ് പ്രീവിയസ് ക്വസ്റ്റ്യനുകളുണ്ട്, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. ഓരോരുത്തരും അവരവരുടെ പഠന നിലവാരം അനുസരിച്ച് എത്ര കണ്ടാണ് നിങ്ങളുടെ പഠന നിലവാരം എന്നതിനെ കുറിച്ച് എനിക്ക് ഓരോരുത്തരുടെയും കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പഠന നിലവാരം അനുസരിച്ച് കൃത്യമായിട്ട് പഠനത്തെ ഏത് ഭാഗത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അപ്പോൾ റാങ്ക് താനേ വന്നുള്ളൂ. അപ്പോൾ റാങ്ക് കിട്ടിയില്ല എന്നോർത്ത് ഇതുവരെ കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ പേടിക്കേണ്ട, നിങ്ങൾക്കും റാങ്ക് കിട്ടും. ഞാൻ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് കിട്ടും. ആ രീതിയിൽ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് പഠിച്ച് പരീക്ഷ നല്ല രീതിയിൽ എഴുതാനും എല്ലാവർക്കും റാങ്ക് കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.